രാമേന്ദ്ര, പുതിയ തരത്തിലുള്ള സംഭവവാസങ്ങൾ ഏത് നിമിഷവും ഡെവലപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ അതിർത്തി. എല്ലാവരും ഒരു യുദ്ധം പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുക. പല സാധ്യതകൾ തിരയുന്നതിൻ്റെ ഫലമായിട്ടും കൂടുതൽ അന്വേഷണം നടത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിലും ഏറ്റവും ഫലപ്രദമായിട്ടുള്ള രീതിയിൽ ശത്രുവിനെ ആക്രമിക്കുക എന്ന ഒരു സ്ട്രാറ്റജി മുന്നിട്ട് വെച്ചുകൊണ്ടാണ് വളരെ പതുക്കെ നമ്മളുടെ സർക്കാർ അല്ലെങ്കിൽ നമ്മളുടെ പട്ടാളം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മളുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളൊരു വിഷയം എന്ന് പറയുന്നത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഏത് നിമിഷത്തിലും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാം എന്ന് കരുതപ്പെടുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ നമ്മളിപ്പോൾ നോക്കിക്കാണേണ്ടത് നമ്മുടെ ശത്രു രാജ്യം, നമ്മളായിട്ട് ഒരു കാലത്ത് വലിയ സൗഹൃദമുണ്ടായിരുന്ന ചൈന ഈ യുദ്ധത്തിൽ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുന്നത്? അത് വളരെ പ്രധാനപ്പെട്ടതുമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1962 ചൈനയുമായിട്ട് യുദ്ധം ചെയ്തതാണ്, നമ്മൾ തോറ്റതുമാണ്. നെഹ്റുവിൻ്റെ ധാരാളം പാളിച്ചകൾ അക്കാലത്തുണ്ടായിരുന്നു. അവിടെയാണെങ്കിൽ നമ്മളിപ്പോൾ ആ യുദ്ധത്തിനെ പറ്റി പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അവിടെ മാവോയ്ക്ക് പാർട്ടിക്കകത്ത് വലിയ വിഭാഗീയത അവിടെ നേരിടുന്നുണ്ടായിരുന്നു. മാവോ അവിടുത്തെ ഈ പട്ടാള വിഭാഗം പാർട്ടിയിലെ ചീഫ് ഉണ്ടല്ലോ, ആ സഖാവുമായിട്ട് മാവോയ്ക്ക് വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. പാർട്ടി യോഗങ്ങളിൽ അവർ പരസ്പരം ചീത്തയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു വിഭാഗീയതയുടെ കാലത്ത് പാർട്ടിയെ കൂടെ നിർത്താൻ വേണ്ടി ഇന്ത്യയെ ചൈന ആക്രമിക്കുകയായിരുന്നു എന്ന് പുസ്തകങ്ങളിൽ ഇപ്പോൾ കാണാം. പാകിസ്ഥാൻ ഇപ്പം തന്നെ PL-15 എന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട മിസൈൽ പാകിസ്ഥാൻ്റെ തന്നെ പട്ടാള സംഭരണ കേന്ദ്രങ്ങളിൽ നിന്നെടുത്ത് പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ മിസൈലുകളെ ചെറുക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ റിപ്പോർട്ടുകളും വരുന്നുണ്ട്, സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. പാകിസ്ഥാനും തുർക്കിയും ചൈനയും തുർക്കിയും പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളായിട്ട് നമുക്കറിയാം. പിന്നെ ഈ അസർബൈജാനൊക്കെ പോലുള്ള ചെറുകിട രാജ്യങ്ങളാണ്, അതിൽ വലിയ കഥയൊന്നുമില്ല. അപ്പോൾ നമ്മൾ പാകിസ്ഥാനെതിരെ എന്ത് നടപടിയെടുക്കുന്നതും ചൈന ഇടപെടാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കിയിട്ടായിരിക്കും എന്നുള്ളത് വാസ്തവമാണ്. 1971 ശാന്തമായിരുന്നു ചൈന. അതിനതിൻ്റേതായ കാരണങ്ങളും ഉണ്ടായിരുന്നു. വടക്ക് കിഴക്ക് ചില ചൊറിച്ചിലുകൾ ആ കാലത്ത് നോർത്ത് ഈസ്റ്റിൽ ചൈന കാണിച്ചിരുന്നു 1971. പക്ഷേ 1965 ചൈന നമുക്ക് ധാരാളം പൊല്ലാപ്പ്, നമ്മൾ ജയിച്ച യുദ്ധമാണ് 1965. പക്ഷേ 1966 താഷ്കൻഡിൽ വെടിനിർത്തൽ കരാർ ഒപ്പിട്ടപ്പോൾ നമ്മൾ പാകിസ്ഥാൻ്റെ ഭൂമി നേടിയെടുത്തത് മുഴുവൻ തിരിച്ചു കൊടുക്കുന്ന കരാറിലാണ് ഒപ്പിട്ടത്. അതാണ് കോൺഗ്രസ് കാണിച്ച ഏറ്റവും വലിയ പാളിച്ച. അപ്പോൾ നമ്മൾ ഓർക്കാത്തൊരു യുദ്ധമായിട്ട് 1965 മാറിപ്പോയി. 1965 ചൈന നമുക്ക് അതിർത്തിയിൽ, പ്രത്യേകിച്ച് സിക്കിം മേഖലയിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. അമേരിക്കയുടെ വിദേശകാര്യ ആർക്കൈവ്സ് ഡീക്ലാസിഫൈ ചെയ്തത്, ഇപ്പോൾ രഹസ്യമല്ലാതായത്, അത് ഞാനിനി പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് ആധാരമാണ്. പിന്നെ CIA ഡീക്ലാസിഫൈ ചെയ്ത ഫയലുകളും, അതിൽ നിന്ന് ധാരാളം വിവരം നമുക്ക് കിട്ടും. ചൈന എങ്ങനെയാണ് അന്ന് ഇടപെട്ടത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്നുകൊണ്ടിരുന്ന യുദ്ധം 1965 യുദ്ധത്തിൻ്റെ മധ്യത്തിൽ 1965 സെപ്റ്റംബർ 16 ചൈന സിക്കിം അതിർത്തിയിലെ നമ്മുടെ പട്ടാള സന്നാഹങ്ങളൊക്കെ ഡിസ്മാൻഡിൽ ചെയ്ത് കൊണ്ടുപോകണമെന്ന് നമ്മളോട് ആവശ്യപ്പെട്ടു. നമ്മൾ സിക്കിം അതിർത്തിയിൽ കെട്ടിപ്പൊക്കിയിരിക്കുന്ന നമ്മുടെ സന്നാഹം ഉണ്ടല്ലോ, ഇത് മുഴുവൻ അഴിച്ചുകൊണ്ട് പോകാൻ നമ്മളോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ആലുവ മണപ്പുറത്തോ മറ്റോ ഈ സിനിമയ്ക്കൊക്കെ ചില ആളുകൾ സ്റ്റേജിന് ഓരോന്ന് കിട്ടില്ലേ, സെറ്റിടില്ലേ, അത് കഴിഞ്ഞ് ഇത് എടുത്തുകൊണ്ട് പോകണം എന്നൊക്കെ പറയില്ലേ. അത് സിനിമ കഴിഞ്ഞിട്ടാണല്ലോ, ഷൂട്ടിങ് കഴിഞ്ഞിട്ട്. ഇതല്ല, യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് തന്നെ ഇതെടുത്തുകൊണ്ട് പോകണം എന്ന് നമ്മളോട് ആവശ്യപ്പെട്ടതായിട്ട് ഈ ഫയലുകളിലുണ്ട്. ചൈന ഇതെടുത്തുകൊണ്ട് പോകാൻ 3 ദിവസം നമുക്ക് അന്ത്യശാസനം തന്നു ചൈന. 3 ദിവസത്തിനകം ഇത് മുഴുവൻ എടുത്തുകൊണ്ട് പോയില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുമെന്ന് പറഞ്ഞു. നമ്മളെടുത്തുകൊണ്ടൊന്നും പോയില്ല. ജമ്മു കാശ്മീരിൽ പഞ്ചാബിൽ
പാകിസ്ഥാനെതിരെ നമ്മൾ മൂപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ 1965 യുദ്ധത്തിന് മുമ്പ് നമ്മൾ യുദ്ധത്തിന് മുമ്പ് ഒന്നും മൂപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ 2 രാജ്യങ്ങളും. അപ്പോൾ 1964 സെപ്റ്റംബർ മുതൽ സിക്കിം അതിർത്തിയിൽ ചൈന ശോഭിച്ചുകൊണ്ടിരുന്നു. സിക്കിം അതിർത്തിയിൽ നമ്മുടെ സേന വിന്യാസം ഉണ്ടാകുമ്പോൾ നമ്മളെ തടഞ്ഞുകൊണ്ടിരുന്നു. ഓരോന്നും ഇങ്ങനെ പറഞ്ഞ് ചൈന തടഞ്ഞുകൊണ്ടിരുന്നു. 1964 ഒക്ടോബർ 4 ചൈന നമ്മളോട് പറഞ്ഞു, ഓഗസ്റ്റ് വരെ നിങ്ങൾ 1964 ഓഗസ്റ്റ് വരെ നിങ്ങൾ 18 സൈനിക സന്നാഹങ്ങൾ ഈ അതിർത്തിയിൽ ഇപ്പോൾ നിങ്ങൾ കെട്ടിപ്പടുത്തിട്ടുണ്ട്. നിലവറകൾ, ഷെൽട്ടറുകൾ, കുഴികൾ, വേലികൾ, അങ്ങനെ ഇതൊക്കെ ഞങ്ങളുടെ ഭാഗത്താണ്, ചൈനയുടെ ഭാഗത്താണ്. നാഥുല ചുരം നമ്മൾ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഓർക്കുന്നതാണ്. 1965 ഞങ്ങളുടെ ഭാഗത്ത് നാഥുല ചുരത്തിൽ നിങ്ങൾ 18 എണ്ണം കെട്ടിപ്പൊക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആരോപിച്ചു. നിങ്ങൾ ഞങ്ങളുടെ ഭാഗത്ത് ആവശ്യമില്ലാത്ത സന്നാഹങ്ങൾ നടത്തുന്നു. 1965 ജനുവരി 3 അതിൻ്റെ എണ്ണം കൂട്ടി ചൈന. നിങ്ങൾ 31 സംവിധാനങ്ങൾ ഞങ്ങളുടെ ഭാഗത്ത് കെട്ടിപ്പൊക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. നാഥുലയ്ക്ക് 5 കിലോമീറ്റർ ചുറ്റളവിലാണ് നിങ്ങളത് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. ജനുവരി 18 ആയപ്പോൾ അതിൻ്റെ എണ്ണം പിന്നെയും കൂട്ടി ചൈന. 50 എണ്ണം നിങ്ങൾ സന്നാഹങ്ങൾ കെട്ടിപ്പൊക്കിയിരിക്കുന്നു എന്ന്. നമ്മളൊന്നും ചെയ്തിരുന്നില്ല എന്നാണ് നമ്മൾ അവകാശപ്പെടുന്നത്. ജൂലൈ 29 ഞങ്ങൾ ഇത്രയും പറഞ്ഞിട്ട് നിങ്ങളിത് അഴിച്ചുകൊണ്ട് പോയിട്ടില്ല എന്ന് ചൈന വീണ്ടും ഭീഷണി മുഴക്കിക്കൊണ്ടിരുന്നു. അതായത് ചൈനയ്ക്ക് നമ്മളെ ആക്രമിക്കാനായിട്ടൊരു ന്യായം ചൈന ഉണ്ടാക്കിക്കൊണ്ടിരുന്നു എന്നാണ് നമ്മുടെ വാദം. വെറുതെ ആവശ്യമില്ലാതെ ചൈന അതിർത്തിയിൽ പണിയുന്നു എന്ന് ചൈന ഒരു ആഖ്യാനം അല്ലേ, ഫോൾസ് നെറേറ്റീവ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ഇന്ത്യ ഇത് മുഴുവൻ തള്ളി. ചൈനയുടെ മുന്നേറ്റം അവിടെ നടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ കണ്ടെത്തിയത്, പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളെ ഒരു സ്ഥലത്ത് തടഞ്ഞിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സേനയെ തളച്ചിടാൻ വേണ്ടിയിട്ടാണ് ആ ഭാഗത്ത്. തളച്ചിട്ട് കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്ത് പാകിസ്ഥാന് ഗുണം കിട്ടുമല്ലോ, അതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ചുംബി വാലി വഴി ചൈന ഇന്ത്യയിലേക്ക് പ്രവേശിക്കാൻ ആലോചിക്കുകയാണെന്ന് അന്ന് മനേക്ഷ റിപ്പോർട്ട് ചെയ്തു. നമ്മുടെ ചാര സംവിധാനങ്ങൾ വഴി കിഴക്കൻ പാകിസ്ഥാനിലേക്കും അവർ കടക്കാൻ ശ്രമിക്കുകയാണ് ചൈന. അസമിലെ ഇന്ത്യൻ സേനയെ കിഴക്ക് ഭാഗത്ത് ഒറ്റപ്പെടുത്തി വെക്കാം എന്ന് ചൈന ആലോചിച്ചു. ഇന്ത്യയുടെ സേന കിഴക്ക് ഭാഗത്ത് ഇങ്ങനെ പിടിച്ചിടുക, യുദ്ധം ചെയ്യാൻ പോകേണ്ട സൈന്യമാണ്, അതിനെ കിഴക്ക് ഭാഗത്ത് തളച്ചിടുക, ഇതാണ് ഉദ്ദേശിച്ചത്. CIA ഫയലുകളിൽ കാണുന്നത് നമ്മൾ വിചാരിച്ചിരുന്നു ചൈന ഇങ്ങനെയൊന്നും ചെയ്യാൻ സാധ്യതയില്ല, നമ്മൾ ഓവർ റിയാക്ട് ചെയ്യുകയായിരുന്നു ഇന്ത്യ എന്നൊക്കെ CIA ഫയലിലുണ്ട്. CIക്ക് വിവരമൊക്കെ അറിയാം. പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് സേനയെ നമുക്ക് ഇങ്ങോട്ട് പിൻവലിക്കേണ്ടതില്ല എന്നൊക്കെ നമ്മൾ തീരുമാനിച്ചു എന്ന്. അപ്പോൾ നമ്മൾ പേടിച്ചിട്ട്, ഈ ചൈനീസ് ഏർപ്പാടുകൾ കണ്ട് പേടിച്ചിട്ട് അമേരിക്കയിൽ നിന്ന് നമ്മളൊരു ഉറപ്പ് ചോദിച്ചു മേടിച്ചു. ചൈന എന്തെങ്കിലുമൊക്കെ വൃത്തികേട് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്നൊരു ഉറപ്പ് ചോദിച്ചു. നമ്മൾ ബ്രിട്ടനോടും സോവിയറ്റ് യൂണിയനോടും, അന്ന് സോവിയറ്റ് യൂണിയൻ ഉണ്ട്, സോവിയറ്റ് യൂണിയനോടും ഈ അപേക്ഷ വെച്ചിരുന്നു. ഇവർ നമ്മൾ ഓവർ റിയാക്ട് ചെയ്താണോ എന്ന് CIA ഫയലിൽ സംശയം പറഞ്ഞിട്ടുണ്ട്. ഈ ചൈനയുടെ സന്നാഹം കണ്ടപ്പോൾ, നമ്മളോട് പറയുന്നതെല്ലാം കണ്ടപ്പോൾ നമ്മൾ അമേരിക്കയെ സമീപിച്ചു, ബ്രിട്ടനെ സമീപിച്ചു, സോവിയറ്റ് യൂണിയനെ സമീപിച്ചു. കിഴക്കൻ കമാൻഡ് മേധാവിയായിരുന്നു അന്ന് മനേക്ഷ. അദ്ദേഹം 1965 സെപ്റ്റംബർ 19 രേഖപ്പെടുത്തിയിട്ടുണ്ട്, വടക്കൻ സിക്കിമിൽ ചൈനയുടെ ശല്യമില്ല. ചുംബിയിൽ സെപ്റ്റംബർ 17 മുതൽ ചൈന ചെറുതായി സന്നാഹം കൂട്ടുന്നുണ്ട്. നാഥുല, ജലപ്ല ഭാഗത്തും അവർ ഉണ്ട്. ഒരു ബറ്റാലിയൻ ചൈനയുടെ 800 പേര് അവർ ഇന്ത്യൻ ഭടന്മാരിൽ നിന്ന് 2 അടി ദൂരെ നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് മടങ്ങുകയും ചെയ്തു. അങ്ങനെ ചെയ്തിട്ട് ഭൂട്ടാനിൽ അവരില്ല, നേഫയിലില്ല, ലഡാക്കിൽ സിന്ധു താഴ്വരയിൽ ഇന്ത്യയുടെ വലിയ സേന ഉള്ളതുകൊണ്ട്
വലിയ ശല്യമില്ല. അതിനാൽ ലഡാക്കിലെ ഡാം ചെക്കിൽ ചൈനയില്ല. നമ്മുടെ വലിയ സേന അവിടെ ഉണ്ട്, അതുകൊണ്ട് ചൈനയില്ല. കിഴക്ക് നമ്മുടെ സേനയെ തളച്ചിടാൻ 1965 ചൈനയ്ക്ക് കഴിഞ്ഞു. പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിന് പോകേണ്ട സേനയാണ്. വെടിനിർത്തൽ കഴിഞ്ഞും ചൈന അവിടെ നിലയുറപ്പിച്ചിരുന്നു. കിഴക്ക് CS ജാ, അന്നത്തെ വിദേശകാര്യ സെക്രട്ടറി, അമേരിക്കൻ സ്ഥാനപതിക്ക് 1965 നവംബർ 29 എഴുതി, ഡോങ്ചിയില്ല സിക്കിം തുടങ്ങിയ ഭാഗങ്ങളിൽ നുഴഞ്ഞു കയറ്റമുണ്ട്. നമ്മൾ നടക്കുന്ന കാര്യങ്ങൾ അമേരിക്കൻ സ്ഥാനപതിയെ അറിയിക്കുകയാണ് അന്നത്തെ വിദേശകാര്യ സെക്രട്ടറി ജാ. ഡോങ്ചിയില്ല സിക്കിം ഭാഗങ്ങളിൽ ചൈനയുടെ നുഴഞ്ഞു കയറ്റം ഉണ്ട്. പാകിസ്ഥാനെതിരെ ആക്രമണം ഞങ്ങൾ നടത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചൈനയുടെ നുഴഞ്ഞുകയറ്റം. ലഡാക്കിലും നുഴഞ്ഞുകയറ്റമുണ്ട്. 2019 പുൽവാമ ആക്രമണത്തിന് ശേഷം സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയല്ലോ നമ്മൾ. ആ സമയത്ത് ആണ് 2020 ലഡാക്ക്, 2019 സർജിക്കൽ സ്ട്രൈക്കിന് ശേഷം 2020 ഒരു മറുപടി എന്നുള്ള പോലെ ചൈന ലഡാക്കിൽ സംഘർഷം ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഒരു യുദ്ധം ഉണ്ടാകുന്ന പ്രതീതിയൊക്കെ അന്നുണ്ടായത്. നമ്മുടെ രാഹുൽ ഗാന്ധി മറ്റേ ചൈനീസ് സ്ഥാനപതിയെ കാണാനൊക്കെ പോയില്ലേ? അതൊക്കെ ഈ ചുറ്റുപാടും ഈ സാഹചര്യത്തിലുമായിരുന്നു. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ ചൈനയും ഇന്ത്യയും തമ്മിൽ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ ചൈനയുടെ മൂവ്മെൻറ്റിനെ കുറിച്ചൊന്നും വാർത്ത വരുന്നില്ല എന്ന് തോന്നുന്നല്ലേ? എനിക്ക് തോന്നുന്നത് ചൈനയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ആ രാജ്യാന്തര തലത്തിൽ. കാരണം ചൈന വലിയ ഉപരോധം നേരിട്ട് കൊണ്ടിരിക്കുകയാണല്ലോ അമേരിക്കയിൽ നിന്ന്, സാമ്പത്തിക ഉപരോധം. അപ്പോൾ ഈ ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയ്ക്ക് ഇന്ത്യയെ ഒരു സഖ്യരാജ്യമായിട്ട് വേണ്ട ഒരു ഘട്ടമാണ്. കാരണം പാകിസ്ഥാനിൽ ചൈന പെട്ടുകിടക്കുകയാണ്. ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിൽ ചൈന അവിടെ ഒരുപാട് സംഭാവന നിക്ഷേപമൊക്കെ നടത്തി. ആ നിക്ഷേപങ്ങളിൽ നിന്ന് 5 പൈസ പോലും റിട്ടേൺ കിട്ടിയിട്ടില്ല. വലിയ താമസങ്ങൾ ഉണ്ടാകുന്നു. ചൈനയുടെ എഞ്ചിനീയർമാരുടെ ഇതൊക്കെ ബലൂചിസ്ഥാനിലാണല്ലോ കൂടുതലും ചെയ്യുന്നത്. ബലൂചിസ്ഥാനിലാണ് പ്രകൃതി സ്രോതസ്സുകൾ ഇല്ലേ ഉള്ളത്, ധാതു സമ്പത്തൊക്കെ ഉള്ളത്. ഇത് ചൂഷണം ചെയ്യുകയാണ് ചൈനയുടെ ലക്ഷ്യമായിരുന്നത്. പക്ഷേ ചൈനീസ് എഞ്ചിനീയർമാരെയൊക്കെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി വെടിവെച്ച് കൊല്ലുന്നുണ്ട്. അങ്ങനെ ഗ്വാദർ തുറമുഖം ചൈനയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഗുണമുണ്ടായിട്ടില്ല. ഗ്വാദറിലെ ഒരു വലിയ വിമാനത്താവളം അടുത്തിടെ പടുന്നത് സംഭാവന ചെയ്തു പാകിസ്ഥാന്. അവിടെ വിമാനങ്ങളില്ല, അവിടെ യാത്രക്കാരില്ല. ബലൂചിസ്ഥാനിൽ വല്ലതും നടക്കുമോ? അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിട്ട് തൃപ്തിയില്ല ഇപ്പം ചൈനയ്ക്ക്. അങ്ങനെ അതായത് ചൈന മുൻപത്തെ ചൈനയല്ല ഇപ്പോഴത്തെ ചൈന. ഇപ്പോഴത്തെ ചൈനയ്ക്ക് ഒറ്റ കാര്യത്തിലേ കണ്ണുള്ളൂ, അത് പണത്തിലാണ്. എവിടെയാണ് കൂടുതൽ ലാഭകരമായിട്ടുള്ള രീതിയിൽ ബിസിനസ് സാധ്യതയുള്ളത് അവിടെയാണ് അവർ നിൽക്കുന്നത്. കാരണം നമുക്ക് ഇസ്രായേലും പാലസ്തീനും തമ്മിലൊക്കെ പ്രശ്നങ്ങൾ വന്ന സമയത്തൊന്നും ചൈന എടുത്ത നിലപാടെന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ സാമ്പത്തിക നീക്കങ്ങൾ ഉണ്ടാക്കാൻ അതുണ്ടാവുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. പേഴ്സണ് അവർ 13%, 14% ഓരോ വർഷവും GDP ഗ്രോത്ത് ഉണ്ടായിരുന്ന രാജ്യമാണ് അവർ. പക്ഷേ ഈ കോവിഡിനൊക്കെ ശേഷം 2%, 3% ഒക്കെ ആയിട്ടൊക്കെ ഈ ഗ്രോത്ത് വല്ലാതെ ഇടിയുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്കൊക്കെ ഭീഷണിയുണ്ട്. ഒന്നും നടക്കുന്നില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ പൊസിഷനാണ് പ്രധാനപ്പെട്ടത്. അതിന് സഹായകരമായ വലിയൊരു മാർക്കറ്റ് ഇന്ത്യയുമായി പങ്കുവെക്കാനായിട്ട് കഴിയും. അതായത് ഇന്ത്യയുടെ ഒരു സാധ്യതയാണ് അവർ നോക്കുന്നത്. വലിയ കാര്യമാണ് പേഴ്സൺ പറഞ്ഞത്. കാരണം ഞാൻ അത് ഓർത്തില്ലായിരുന്നു. കാരണം ഇപ്പം നമ്മൾ വായിക്കുന്ന റിപ്പോർട്ടുകളിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ മുമ്പ് സംയുക്ത നിക്ഷേപങ്ങൾക്ക് ചൈന ഇന്ത്യയിൽ തയ്യാറായിരുന്നു. പക്ഷേ 50% കൂടുതൽ ഓഹരി അവർക്ക് കൊടുക്കണമെന്ന് പറയുമായിരുന്നു. ഇപ്പോൾ പല മേഖലകളിലും ഇപ്പോൾ ടാറ്റയൊക്കെ ആയിട്ട് സംയുക്ത സംരംഭങ്ങൾക്ക് വരുന്നുണ്ട്. IT സെക്ടറിലും ഒക്കെ വരുന്നുണ്ട്. ഞങ്ങൾക്ക് 26% മതി എന്ന് ഇപ്പോൾ ചൈന പറയുന്നുണ്ട്. ചൈനയ്ക്ക് അങ്ങനത്തെ ഒരു പൊസിഷൻ കിട്ടിയാലും മതി, അവരുദ്ദേശിക്കുന്ന രീതിയിൽ അവരുടെ GDP വളർത്താനായിട്ട് കഴിയും. അപ്പോൾ അവർക്ക് അതിൽ താല്പര്യമുള്ളൂ. ഈ ആയുധം കൊണ്ട് ഉള്ള പരിപാടികളിരുന്ന പാമ്പിനെ എടുത്ത് തലയിൽ വെക്കേണ്ട കാര്യമില്ല. ശരിക്കും പാകിസ്ഥാനും കൂടെ ഒരു സാധ്യതയില്ലാത്തൊരു രാഷ്ട്രമാണ്. ഇപ്പം എനിക്ക് തോന്നുന്നത് പൊതുവിൽ ഈ സംഭവങ്ങളെല്ലാം വികസിച്ച് വരുന്ന സമയത്ത്
പാകിസ്ഥാൻ കൂടുതൽ ഒറ്റപ്പെടാനുള്ള സാധ്യത. ഇന്ത്യയുടെ സ്ട്രാറ്റജിക് മൂവ്മെൻറ്റ് കൊണ്ട് തന്നെ ഈ യുദ്ധം വിജയിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. നല്ലത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.